ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 9ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പോസ്റ്റർ ഡിസൈൻ ആണ്. ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജിംബ് ക്യാൻവാസ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നാണ്. ആദ്യം തന്നെ ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മെനു ബാറിലുള്ള ഫയൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നത് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം അളവുകൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതുപോലെ വിഡ്ത്ത് 600ഉം ഹൈറ്റ് 400ഉം എന്നാണ് കൊടുക്കുന്നത്. എന്താണ് പിക്സൽ? ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നതാണ് പിക്സൽ എന്ന് പറയുന്നത്. പിക്സലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പിക്ചർ എലമെൻ്റ് എന്നാണ്. പിക്സലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇമേജ് ക്വാളിറ്റിയും അതുപോലെ തന്നെ കൂടുന്നതായിരിക്കും. നമ്മുടെ ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ 3 പാർട്ടുകളാണ് ഉള്ളത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസിനെയാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. ലെയർ മാനേജ്മെൻറ്റ് വിൻഡോയുണ്ട്, അതോടൊപ്പം തന്നെ ടൂൾ ബോക്സും ഉണ്ട്. അവിടെ നമുക്ക് ഒരുപാട് ടൂളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ജിംബിലെ ക്യാൻവാസിൽ നമുക്ക് പല രീതിയിൽ നിറങ്ങൾ നൽകാം. പെയിന്റ് ബ്രഷ്, ബക്കറ്റ് ഫിൽ തുടങ്ങിയ ടൂളുകൾ ഇതിനായി ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രേഡിയന്റ് ടൂൾ ആണ്. നീല നിറത്തിൽ തുടങ്ങി വെള്ളയിൽ അവസാനിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടൂൾ മെനുവിൽ നിന്ന് പെയിന്റ് ടൂൾസ് എടുത്ത് അതിൽ നിന്ന് ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് നീലയും വെള്ളയും കളർന്ന ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് കൊണ്ട് തന്നെ ഫോർഗ്രൗണ്ട് കളർ നീലയായും ബാക്ക്ഗ്രൗണ്ട് കളർ വെള്ളയായും മാറ്റണം. ഇനി ക്യാൻവാസിന്റെ ഒരു വശത്ത് ക്ലിക്ക് ചെയ്ത് മറുവശത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഇത് സേവ് ചെയ്യാനായി ഫയൽ ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ഓപ്ഷനിൽ ചെന്ന ശേഷം നമ്മുടെ ഫയൽ നെയിം പോസ്റ്റർ എന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരാക്കാം. എന്നിട്ട് എൻ്റർ കീ അടിച്ചാൽ മതി. ജിംബില് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ എടുത്ത ശേഷം ഓപ്പൺ കൊടുക്കുന്നു. കറക്റ്റ് ആയിട്ട് ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം എൻ്റർ കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ക്യാൻവാസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അടുത്തതായി ടൂൾ ബോക്സിൽ പോയി ഫസി സെലക്ട് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ത്രെഷ്ഹോൾഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഏകദേശം ഒരു 73ഉം 75നും ഇടയിലായി സെറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി സെലക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. ഇനി ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഉറുമ്പരിക്കുന്നത് പോലെ ഒരു സെലക്ഷൻ ലൈനുകൾ വരുന്നത് കാണാൻ പറ്റും. ഇതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ ബാക്ക്ഗ്രൗണ്ട് അപ്രത്യക്ഷമാകും. ഇനി ബാക്കിയുള്ള സെലക്ഷൻ ഒഴിവാക്കാൻ മെനു ബാറിലെ സെലക്റ്റിൽ പോയി നണ്ണ് കൊടുക്കുക. അവസാനം ഈ ഫ്രൂട്ട്സ് മാത്രം നമ്മുടെ പോസ്റ്ററിലേക്ക് വരാനായി എഡിറ്റ് മെനുവിൽ പോയി കോപ്പി ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഗ്രേഡിയന്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുക. അവിടെ ചെന്ന് എഡിറ്റ് മെനുവിൽ പോയി പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫ്രൂട്ട്സ് അവിടെ വരും. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് ഇമേജിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും നോക്കാം. ഇതിനായി ടൂൾ ബോക്സിൽ പോയി സ്കെയിൽ ടൂൾ തിരഞ്ഞെടുത്തു. ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും. അവിടെ വീതിയും ഉയരവും മാറ്റി സ്കെയിൽ അടിക്കുക.
അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജിമ്പിൽ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ജിംബ് എന്താണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ചിത്രം എന്താണ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പവും സ്ഥാനവും മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ലെയർ, നമ്മുടെ ഇമേജ് കൊടുത്തിട്ടുള്ള ലെയർ എന്താണ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം ടൂൾ ബോക്സിൽ പോയിട്ട് സ്കെയിൽ ടൂൾ എടുക്കണം. അപ്പോൾ വരുന്ന ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിഡ്ത്ത് 500ഉം ഹൈറ്റ് 329 എന്നാണ് കൊടുത്തിട്ടുള്ള ആ വിൻഡോയിൽ എന്താണ് ക്ലിയർ ആയിട്ട് അത് അടിച്ചു കൊടുക്കണം. അതിനുശേഷം സ്കെയിൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പം പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് നമുക്ക് ഇമേജ് വരും. അത് കറക്റ്റ് ആയിട്ട് എന്താണ് പൊസിഷൻ ചെയ്യുക. ഇനി നമുക്ക് ഒരു ചിത്രത്തിന്റെ തിളക്കവും നിറങ്ങളും വ്യക്തതയും എങ്ങനെ മാറ്റാമെന്നാണ് നോക്കേണ്ടിയുള്ളത്. അതിനായി ജിംബിൽ ഫോട്ടോ ഓപ്പൺ ചെയ്ത ശേഷം മെനു ബാറിലെ കളേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരുന്ന ലിസ്റ്റിൽ നിന്ന് ബ്രൈറ്റസ്റ്റ് ആൻഡ് കോൺട്രാസ്റ്റ് എന്നത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിലുള്ള സ്ലൈഡറുകൾ മുന്നോട്ടും പിന്നോട്ടും ആക്കി ചിത്രത്തിന്റെ ആവശ്യമുള്ള ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സങ്കീർണമായ ആകൃതികൾ കൃത്യമായി കട്ട് ചെയ്തെടുക്കാൻ ഈ ടൂള് വളരെയധികം ഉപകാരപ്പെടും. നമ്മുടെ പാത്ത് ടൂൾ എന്നാണ്. ഇതിനായി നമ്മൾ ബോട്ടിൽ PNG എന്ന ഫയൽ എന്താണ് ജിംബിൽ ഓപ്പൺ ചെയ്യുന്നു. അടുത്തതായി ടൂൾ ബോക്സിൽ നിന്ന് പാത്ത് ടൂൾ സെലക്ട് ചെയ്യുക. ചിത്രത്തിന്റെ അരികുകളിൽ കൂടെ ആവർത്തിച്ച് ക്ലിക്ക് ചെയ്ത് പോയിന്റുകൾ ഇടുക. ഇങ്ങനെ ചിത്രത്തിന് ചുറ്റും ഒരു പാത്ത് നിർമ്മിക്കാം. പാത്ത് പൂർത്തിയാക്കാൻ അവസാനത്തെ പോയിന്റിൽ എത്തുമ്പോൾ കീബോർഡിലെ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് ആദ്യത്തെ പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി ടൂൾ ഓപ്ഷൻസിലുള്ള സെലക്ഷൻ ഫ്രം പാത്ത് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വരച്ച പാത്ത് ഒരു സെലക്ഷൻ ആയി മാറും. ഇനി പതിവ് പോലെ എഡിറ്റ് മെനുവിൽ പോയി കോപ്പി നൽകിയ ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെന്ന് പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ലെയർ പാനലിൽ ശ്രദ്ധിച്ചാൽ ഈ ലെയറിന്റെ പേര് മറ്റ് ആയിരിക്കും. ഇത് മാറ്റാനായി ആ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ലെയർ ആട്രിബ്യൂട്ട്സ് വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് നൽകാം. ഞാനിവിടെ ബോട്ടിൽ 1 എന്നാണ് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ബോട്ടിലിന്റെ വലിപ്പം ക്രമീകരിച്ച് മൂവ് ടൂൾ കൊണ്ട് കൃത്യമായി സ്ഥാനത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ മറ്റൊരു ബോട്ടിൽ കൂടി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പാത്ത് ടൂൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ലെയർ പാനലിലെ ആ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമതൊരു ബോട്ടിൽ കൂടി വരും. ഇതിനെ വീണ്ടും സ്കെയിൽ ചെയ്ത് ചെറുതാക്കിയും സ്ഥാനങ്ങൾ മാറ്റിയും നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ പോസ്റ്ററിന് ഒരു തലക്കെട്ട് കൊടുക്കാം. അതിനായി ലെയർ പാനലിൽ പോയി പുതുതായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ടെസ്റ്റ് എന്ന പേരും നൽകാം. അടുത്തതായി ടൂൾ ബോക്സിൽ പോയി ടെസ്റ്റ് ടൂൾ എടുത്ത് ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക.
ആളുകൾക്ക് നന്നായി കാണാനായി നമുക്ക് ഈ ഒരു ടെസ്റ്റിന് വെള്ള നിറം നൽകാം. ഇനി നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന ടെക്സ്റ്റിന് ഒരു ഷാഡോ എഫക്റ്റ് നൽകാം. ഇതിനായി ആദ്യം ചെയ്ത ടെക്സ്റ്റ് ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. ഇപ്പോൾ കിട്ടിയ പുതിയ ലെയറിൽ അക്ഷരങ്ങളുടെ നിറം കറുപ്പിലേക്ക് മാറ്റുക. ശേഷം മെനു ബാറിൽ പോയി ഫിൽറ്ററിൽ പോയി ബ്ലർ എന്ന ഓപ്ഷനിൽ നിന്നും ഗോസിയൻ ബ്ലർ തിരഞ്ഞെടുക്കുക. അവിടെയുള്ള ബ്ലെൻഡറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബ്ലർ സെറ്റ് ചെയ്ത് ഓക്കെ നൽകാം. ഇനി ഈ ലെയറിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് ഒറിജിനൽ ടെക്സ്റ്റിന് തൊട്ടു താഴെ അല്പം നിന്ന് നീക്കിയിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ ഒരു ഷാഡോ എഫക്റ്റ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചിത്രത്തിന്റെ താഴെ ഒരു ശ്ലോകം കൊടുക്കാം. അതിനായിട്ട് ഒരു പുതിയ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഒരു ലെയറിൽ ചെന്നിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾസ് തിരഞ്ഞെടുത്ത ശേഷം ക്യാൻവാസിൽ ഒരു ചെറിയ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് സെലക്ട് ചെയ്ത് ആ ഒരു റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഒരു റെക്റ്റാങ്കിളിന് വൈറ്റ് കളർ തന്നെ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ടെസ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഈറ്റ് വെൽ ലീവ് വെൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോഗൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഈ ഒരു നമ്മുടെ ഓരോ ലെറ്റേഴ്സിനും ഓരോ ബോക്സ് വെച്ച് വരുന്നത് അത് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടെസ്റ്റിനെ 3 വട്ടം ക്ലിക്ക് ചെയ്താൽ മതി. അത് വന്നാലേ നമുക്ക് ടെസ്റ്റിനെ ബോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. സൈഡിലായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ കളർ കൊടുക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ വെച്ച് വരച്ച ശേഷം വൈറ്റ് കളർ കൊടുക്കുന്നു. പിന്നെ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ നേച്ചർ ക്ലബ് എന്നും GHHS കോപ്പം എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സൈഡിലായിട്ട് എങ്ങനെ സർക്കിൾ വരയ്ക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ടൂൾ ബോക്സിലുള്ള എലിപ്സ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സൈഡിലായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, അവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോർഗ്രൗണ്ടിലുള്ള ആ ഒരു ബ്ലൂ കളർ ഡ്രാഗ് ചെയ്ത് ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ആ പാർട്ടി കൊണ്ടിടുന്നു. അപ്പോൾ അവിടെ ബ്ലൂ കളറാണ് വരുന്നത്. എന്നിട്ട് താഴെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ടാണ് ഇനി പോകുന്നത്. അതിന് റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ ഉപയോഗിച്ച് താഴെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെലക്ഷൻ വന്ന ആ റീജിയനിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് കളർ ഡ്രാഗ് ചെയ്ത് കൊണ്ടിടുന്നു. പിന്നെ നമ്മൾ പഴയതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുന്നു. താഴെ നേച്ചർ ക്ലബ് എന്നും GHSS ഒപ്പം എന്നും ടൈപ്പ് ചെയ്യുന്നു.
അവസാനമായി നമുക്ക് പോസ്റ്ററിലെ സൈഡിലായിട്ട് 2 സർക്കിളുകൾ വരയ്ക്കാം. ഇതിനായി എലിപ്സ് സെലക്ട് ടൂളാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു സർക്കിൾ വരച്ച് അതിനൊരു ഡാർക്ക് ബ്ലൂ നിറമാണ് കൊടുക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു സർക്കിൾ വരച്ചു അതിനൊരു ഡാർക്ക് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ സർക്കിൾ ആദ്യത്തെ സർക്കിളിന് മുകളിലായാണ് കിടക്കുന്നത്. അത് മാറ്റാനായിട്ട് നമുക്കതിൻ്റെ ലെയർ അറേഞ്ച്മെൻറ്റ് മാറ്റിയാൽ മതി. ഇനി നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു വർക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അവിടെ ഫയൽ സെലക്ട് ചെയ്ത ശേഷം എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ കറക്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റർ കൊടുക്കുന്നു. അങ്ങനെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഭോഗം വരട്ടെ, അടുത്തൊരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ വീണ്ടും എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താലേ എക്സ്പോർട്ട് ആവുന്നുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം.